ഹലോ, ആ മുബഷിറേ, ഞാനേ നിന്നോട് മേടിച്ച പൈസ ഉണ്ടല്ലോ, അത് ഞാൻ തരാമെങ്കിൽ അടുത്ത മാസം തരാം. ഞാനിപ്പം വന്നിട്ട് ഒരു മാസമായിക്കല്ലുള്ളൂ. കാരണം വെച്ചാൽ ജോലിയൊന്നും അയക്കില്ല, പിന്നെ വിസ അടിച്ചിക്കില്ല, പിന്നെ പണിക്ക് കയറിയിട്ട് ശമ്പളം കിട്ടിയിട്ട് തരാം. എന്നാ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ഞാൻ എന്റെ സാഹചര്യം ഇനി മനസ്സിലാക്ക്. ഞാൻ മെഞ്ഞാന്ന് വിളിച്ചത് നിന്നോട് പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്. കൊറേ നേരമല്ലേ ടെൻഷൻ അടിച്ച് കുത്തിരിക്കുന്നു. ഭയങ്കര ടെൻഷൻ ഷബീറെ. എന്റെ ഷബീറെ, ഞാനിവിടെ 2 കൊല്ലത്തോളം പട്ടി നയിക്കുന്നതിൻ്റെ തൊട്ട് നയിച്ചിട്ട് ഒരു മാസം സന്തോഷത്തോടെ കൂടിയ ഫാമിലിയിലോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സാധനയിലെ കടവും വാങ്ങി ടിക്കറ്റുമെല്ലാം എടുത്ത് സന്തോഷത്തോടെ കൂടെ നാട്ടിൽ പോയി. ഒരു മാസം ഫാമിലിനോട് സന്തോഷം നിൽക്കുകയും ചെന്ന് കഴിഞ്ഞ് നോക്കൂ, അതിന്റെ പിറ്റേന്ന് ആൾക്കാർ വരുത്തി തുടങ്ങി. നമ്മളെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഷെയ്ക്കാന്നല്ലോ. ഓരോരുത്തരുടെ കൂടെ വന്നിട്ട് നാട്ടുകാർ, കുടുംബക്കാർ, ആൾക്കാരെല്ലാം വന്ന് മുഹമ്മദ് കാ ഒരു 5 തരുവോ, ഒരു 10 തരുവോ, ഒരു 20 തരുവോ, മോളെ വായിക്കുവാനുണ്ട്, കുടുംബ സംഗമുണ്ട്, സ്കൂളെ ഫീസ് കൊടുക്കുവാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫാമിലി ടൂർ പോകണമെന്നുള്ള അത് വേറെ. ലോയിക്കാറ് വരുത്ത് ലോയിക്കാർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണോ, ഒരു ചെറിയ തട്ടോടൊന്നും പോരാ. MRA തന്നെ പോകണം, വലിയൊരുത്ത് തന്നെ പോകണം. കുടുംബ സംഗമത്തിലുള്ളവർക്ക് വിളിക്കും, അതിനുള്ള ചെലവും കാര്യങ്ങളും നമ്മളിരുന്ന് വിളിക്കും, അങ്ങ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുത്ത് നാട്ടിലുള്ള പൈസ ഒരു മാസം നിൽക്കണ്ടേ, ഒരു 1.5 മാസം, ഒരാഴ്ച കൊണ്ടങ്ങ് പൈസ തീർന്ന കാര്യം. ആൾക്കാർ വന്ന് ചോദിച്ചു, നമുക്ക് കൊടുക്കാണ്ടിരിക്കുക, പഠിച്ചവനെ പേടി കൊടുക്കുകയും ചെയ്ത്. അങ്ങനെ ഒരു മാസം നിൽക്കേണ്ട പൈസ തീർന്നുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് പ്രവാസികളായ നമ്മളെ സുഹൃത്തുക്കളെ ഇവിടുന്ന് ഫോണ് വിളിച്ച് അങ്ങനെ നല്ല ആൾക്കാരാണ്. നമുക്ക് 5, 10, 20, 50 ആയിട്ട് അയച്ചു തന്ന് അങ്ങനെ അതിന് കൊടുക്കുവാനുള്ള ആൾക്കാരാണ് ഈ വിളിച്ചേ. ഈ പണിക്ക് കയറിയിട്ട് ഈ കടം വീട്ടിയെടുക്കണമെങ്കിൽ ഒരു 4-5 മാസം എങ്ങനെയാലും എടുക്കും. അതിന്റെ ഇടാടിയിൽ നാട്ടിൽ നിന്ന് കുറച്ച് കിട്ടു അടിയെല്ലാം വെച്ച് കുറച്ച് ആൾക്കാർ പോലെ പറ്റില്ല, ഓരോ പ്രാരബ്ധം തന്നെ ഓല് വന്നിട്ട് പിരിവിന് വന്നു കഴിഞ്ഞാൽ നമ്മള് 100, 50, 10 കൊട്ട് കഴിഞ്ഞാൽ അത് പോരാ, കുറച്ച് കൂടുതൽ വേണം. അത് കുറഞ്ഞു പോയി. അങ്ങനെ വലിയ ശരിക്കില്ല, അതൊക്കെ മണിക്കൂർ ആർക്കും ചെറിയ നോട്ട് പറ്റൂല, വലിയ നോട്ട് തന്നെ വേണം. ഇനി പൈസ കൊടുത്ത് തീരുമ്പത്തേക്ക് 4-5 മാസം എങ്ങനെയാലും തീരും. ഞാൻ എന്തെന്നാ ചെയ്യേണ്ടിയെന്നുള്ള ഒരു എത്തും പിടിയില്ല. സമ്പാദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്റെ സമ്പാദ്യം മെയിനായിട്ട്. ഇത് തന്നെ ഈ സമ്പാദ്യം അല്ലാണ്ട് വേറൊന്നുമില്ല. ബാക്കി കിട്ടുന്നതല്ലോ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുക. നേറ്ററോട് പറയാനുള്ള കാര്യോ, പ്രവാസികൾ എന്നൊരു കറവറ്റാത്ത പശുവാന്ന് വിചാരിക്കാറുണ്ട്. ഇനി മറ്റേ നാട്ടിലെ ചങ്ങായി ഓൻ പോകുന്നുണ്ടോ? ഓന്റെ പൈസ കൊടുക്കണമെങ്കിൽ ഓനിക്കിപ്പോ നാട്ടിൽ പോകും, ഓന്റെ പൈസ കൊടുക്കണ്ടേ? അതിപ്പോ പെട്ടെന്ന് കൊടുക്കണോ? ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് എടുത്തു കൊടുക്കും, ഇവിടുന്ന് തേങ്ങ പറിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന്റെ ഒരു വിഷമത്തിലുള്ള കിട്ടൂല. എന്തെന്നാന്ന് ചിരിയുന്നില്ല ഷബീർ, ആകെ വിഷമത്തിലാണ്. പണിയായിക്കില്ല, വിസ അടിച്ചിട്ടില്ല, കടങ്ങള് എല്ലാം നാട്ടിലുള്ള കടം, ഇവിടുത്തെ കടം ആകെ ഫിക്കറായിട്ട് തന്നെയുണ്ട്. അള്ളാഹ് കരിമെല്ലാം പറച്ചവനൊക്കെ വിട്ടുക. എന്നാ തിരിച്ചു പോലെ എന്ന് ചോദിച്ചോ, എന്നാലും കടം ചോദിക്കുന്നു പ്ലീസ്.